ഭാര്യയോ ഭർത്താവിനെയോ ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്ത് ഭയപ്പെടുത്തി നന്നാക്കി കളയാമെന്ന് കരുതി ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്തവർ, ഇനി ഫയൽ ചെയ്യാൻ പോകുന്നവർ വളരെ ശ്രദ്ധിച്ച് ഷെയർ ചെയ്തതാണ്. ഇങ്ങനെ പങ്കാളി നന്നാക്കുന്നതിന് വേണ്ടി ഡിവോഴ്സ് കേസിൽ എടുത്തു ചാടി കരകയറാൻ കഴിയാതെ കുടുംബം കുളം തോണ്ടിയ ലക്ഷക്കണക്കിന് പേർ നമ്മുടെ ചുറ്റുമുണ്ട്. സാർവദേശീയമായി ഡിവോഴ്സ് കേസ് ഫയൽ ചെയ്യാൻ വേണ്ട പ്രധാന കാരണങ്ങളിൽ ചിലത് വിവാഹത്തിന് ശേഷം മറ്റൊരാളുമായുള്ള ലൈംഗിക ബന്ധം, പങ്കാളിയോടുള്ള ക്രൂരത, കാണാതായിട്ട് 7 വർഷത്തിൽ കൂടുതലാവുകയും 2 വർഷത്തിൽ കൂടുതൽ പിരിഞ്ഞിരിക്കുകയും ചെയ്താൽ, മതം മാറിയാൽ, ഭേദപ്പെടുത്താൻ കഴിയാത്ത മാനസിക, ലൈംഗിക മറ്റ് അസുഖങ്ങൾ ഉണ്ടായാലൊക്കെയാണ്. ഇതിൽ ഏറ്റവും എളുപ്പം ഡിവോഴ്സിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാരണമെന്ന് പറയുന്നത് ക്രൂവൽറ്റി അഥവാ ക്രൂരതയാണ്. സൂചി കൊണ്ട് കുത്തി, മയിൽപ്പീലി കൊണ്ട് അടിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കോടതി കേസെടുക്കില്ല. അതുകൊണ്ട് സൂചിക്ക് പകരം തൂമ്പയും മയിൽപ്പീലിക്ക് പകരം മടലുമാക്കേണ്ടി വരും. അപ്പോൾ സൂചി എന്ന് പറഞ്ഞിട്ട് വക്കീൽ എന്തിനാ തൂമ്പയാക്കിയത് എന്ന് ചോദിക്കരുത്. ക്രൂരതയ്ക്ക് പൊടിപ്പും തെങ്കിലും വെച്ചുള്ള കഥയില്ലെങ്കിൽ കോടതി കേസെടുത്ത് തോട്ടിൽ കളയും, കക്ഷികൾ വക്കീലിന്റെ തോളിലും കയറും. അതുകൊണ്ട് നാണക്കേടൊന്നും കരുതാതെ കുടുംബ ബന്ധത്തിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായാൽ ഡിവോഴ്സിന് ഫയൽ ചെയ്യാൻ ആദ്യം ഇറങ്ങിത്തിരിക്കാതെ, വഴക്ക് തീർക്കാൻ ചെന്ന് കൂട്ടയടി ഉണ്ടാക്കാത്ത കുടുംബത്തിലെ മുതിർന്നവരെ ഇടപെടുത്തി രമ്യതയ്ക്ക് ശ്രമിക്കുക. അപ്രിയ സത്യമാണ്. ഷെയർ ഇറ്റ് മാക്സിമം.